വഖഫ് വിഷയം ഒരു ഭരണഘടനാപരമായിട്ടുള്ള വിഷയമായിട്ടാണ് നമ്മൾ നോക്കിക്കണ്ടത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴും നമ്മളുടെ ചർച്ചയുടെ എല്ലാം ബേസിസ് തന്നെ അടിസ്ഥാനം തന്നെ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പാസ്സാക്കരുത്. അങ്ങനെയാണ് ആദ്യം തന്നെ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലേക്ക് വിട്ടത്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 92 ലക്ഷത്തോളം നിവേദനങ്ങൾ വന്നു എന്നാണ് പറഞ്ഞത്. ഈ 92 ലക്ഷത്തോളം വരുന്ന നിവേദനങ്ങളിൽ ഏകദേശം 99% നിവേദനങ്ങളും പറഞ്ഞത് ഈ പറയുന്ന നിയമവുമായിട്ട് മുന്നോട്ട് പോകരുതെന്നുള്ളതാണ്. 1% 2% ഉണ്ടാകും ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത്. ഏകദേശം 40ഓളം ഭേദഗതികൾ പ്രതിപക്ഷ അംഗങ്ങളും അതിനകത്ത് നിർദ്ദേശിച്ചു. പക്ഷേ JPCയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന 91 ലക്ഷം പേരുടെ നിവേദനങ്ങളുമായിട്ട് വന്ന റിക്വസ്റ്റുകളോ ഒന്നും പരിഗണിക്കാതെ ഭരണപക്ഷത്തുള്ള ആളുകളുടെ സജഷൻസ് മാത്രമാണ് ആ റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടത്. അങ്ങനെയാണ് രണ്ടാമത് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ച ബില്ലിലും നിങ്ങൾ കണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ MP-മാരും വളരെ ശക്തമായിട്ട് എതിർത്തു. രാജ്യസഭയിൽ വന്നപ്പോഴും അതിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവിധാനം നടക്കുന്നത്. ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഏത് നിയമവും പാസ്സാവും. അങ്ങനെ ഈ നിയമവും പാസ്സായി. അങ്ങനെ പാസ്സായ ഒരു നിയമം പിന്നെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഭരണഘടനയ്ക്ക് അനുസൃതമാണോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്ന് ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ ജുഡീഷ്യറിക്ക് മുമ്പിലാണ്. അങ്ങനെയാണ് കോടതിയുടെ മുന്നിൽ ഈ പറയുന്ന ഹർജികളെല്ലാം എത്തിയത്. എന്തായാലും കോടതിയുടെ ഒരു 2 മണിക്കൂറത്തെ ഹിയറിങ്ങിൻ്റെ ഒടുവിൽ തന്നെ കോടതിക്ക് ബോധ്യം വന്നു, പ്രഥമനിഷ്ഠയാ ബോധ്യം വന്നു, ഈ പറയുന്ന നിയമത്തിലെ പല വകുപ്പുകളും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള വകുപ്പുകളല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള 2-3 വകുപ്പുകൾ തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കണം, തൽസ്ഥിതി തുടരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞത്.